ഭാനുപ്രിയ ഭാനുപ്രിയയുടെ ചേച്ചി വന്ന് കുറേ ഞെട്ടിക്കുന്ന സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സത്യങ്ങൾ നിങ്ങളും അറിയണം. അതുപോലെ തന്നെ ഭാനുപ്രിയ ഓർമ്മ നഷ്ടപ്പെട്ട് ഭയങ്കര അവസ്ഥയിലാണെന്ന് പറഞ്ഞത്. എല്ലാ സിനിമകളിൽ നിന്നും ലീവ് എടുത്ത് വീട്ടിൽ റെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഭാനുപ്രിയയുടെ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓർമ്മ നഷ്ടപ്പെട്ട ആളാണ് ഈ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. നിങ്ങൾ ഇൻ്റർവ്യൂവിന് ഫേസ് ചെയ്യുന്നത് നിങ്ങളൊന്ന് കാണണം. എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറയണതിന് മുമ്പ് നമുക്ക് ഭാനുപ്രിയയുടെ ഒരു ചെറിയ വീഡിയോ കണ്ടിട്ട് വിശദമായിട്ട് ഞാൻ കാര്യങ്ങൾ സംസാരിക്കും. நாங்கள் ஆந்திரா ராஜமன்றில் பிறந்தேன். இங்கே 2 years இருக்கும்போது இங்கே சென்னைக்கு ஷிஃப்ட் ஆயிட்டாங்க பேரண்ட்ஸை. அப்பா டிஸ்ட்ரிபியூட்டராக இருந்தார். படங்கள்லாம் நிறைய பார்ப்போம். சின்ன வயசுலேருந்தே நிறைய படங்கள் சாட்டர்டே சண்டே ஆனால் போய் தியேட்டரில் உட்காந்து படம் பார்க்கறது தான் டைம் பாஸு. அது மாதிரி நிறைய படங்கள் பார்ப்போம். டான்ஸ் கற்றுக்கிட்டேன். குச்சிப்புடி, பரதநாட்டியம் ரெண்டுமே கற்றுக்கிட்டேன். அதில் டான்ஸ் பர்ஃபார்மன்ஸ் பண்ணும்போது எல்லாருமே என்கரேஜ் பண்ணுவாங்க, நீ சினிமாவில் வருவ, நல்லா டான்ஸ் பண்ணுற, நல்ல எக்ஸ்பிரஷன்ஸ் கொடுக்குற அப்படின்ட்டு. ஸோ அந்த மாதிரி டான்ஸ் ப்ரோக்ராம் பார்த்து தான் எனக்கு வந்து ஆப்பர்ச்சுனிட்டி கிடைச்சது மெல்ல பேசுங்களுக்கு. மனோஜ் சார், பாரதிராஜா சாருடைய பிரதர் அவர் பார்த்து தான் ஃபோட்டோஸ் எல்லாம் கொண்டு போய் காமிச்சு. அப்போ மெல்ல பேசுங்கள் படத்துக்கு புது ஹீரோயினை பார்த்துட்டு இருந்தாங்க. அப்போ ஐ வாஸ் ஒன்லி 9th தான் படிச்சுட்டு இருந்தேன். ஸோ அப்படி அந்த ஆப்பர்ச்சுனிட்டி கிடைச்சது நடிக்கிறதுக்கு. அந்த படம் ரிலீஸ் ஆகி ஒரு சுமாராக தான் ஓடிச்சது மெல்ல பேசுங்க. அந்த படம் பார்த்து சித்தாராங்கிற தெலுங்கு படத்துக்கு என்ன ஓகே பண்ணாங்க. ஹீரோயினே அதில் நடித்ததுக்கு அப்புறம் தான் எனக்கு வந்து ரொம்ப நல்லா இருக்கு, நல்லா நடிக்கிறேன் அப்படின்னு ஒரு ரெக்கഗ്നിഷൻ கிடைச்சது. ഓർമ്മ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം യൂട്യൂബേഴ്സും മാധ്യമങ്ങളും അതുപോലെ തന്നെ സംവിധായകരും പ്രൊഡ്യൂസർമാരും ഒരു ഭാനുപ്രിയയെ ഈ ഫീൽഡിൽ നിന്ന് ഔട്ടാക്കാനായിട്ട് ഒരു കളി കളിച്ചതാണ്. അതിൻ്റെ കാരണമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാൻ ഇന്ത്യ പടങ്ങളിൽ ഒരു 3 പാൻ ഇന്ത്യ പടങ്ങളിൽ ഭാനുപ്രിയയ്ക്ക് നല്ല വേഷം ഓഫർ ചെയ്ത് അഡ്വാൻസും കൊടുത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ലൊക്കേഷനിൽ ചെന്നപ്പോൾ കഥാപാത്രം മാറി. ഒരു പ്രാതിനിധ്യം ഇല്ലാത്ത കഥാപാത്രമാണ്. അപ്പോൾ ഭാനുപ്രിയ ചോദിച്ചു, ഞാൻ എന്നോട് പറഞ്ഞ കഥ ഇതല്ലല്ലോ, എനിക്ക് പറഞ്ഞ കഥ വേറെയാണല്ലോ, അപ്പോൾ എന്താ എൻ്റെ ക്യാരക്ടർ മാറാനുള്ള കാരണം എന്ന് ചോദിച്ചു. പറഞ്ഞു അത് മാറി, ഞങ്ങൾ ഇന്നാളിയാക്കി ക്യാരക്ടർ. ആ പടം പറയുന്നില്ല, ഞാൻ ആ മാറിയ ആൾക്കാരെ പേര് പറയുന്നില്ല, അതൊക്കെ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഭാനുപ്രിയ പറഞ്ഞു, എനിക്ക് ആ കഥാപാത്രം അല്ലാണ്ട് വേറെ കഥാപാത്രം നിങ്ങൾ തന്നാൽ എനിക്ക് അഭിനയിക്കാനായിട്ട് താല്പര്യമില്ല. ഇത് വളരെ ഒരു പ്രാതിനിധ്യം ഇല്ലാത്തൊരു കഥാപാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രേക്ഷകർ എന്നെ ആഗ്രഹിക്കുന്ന കഥാപാത്രത്തിൽ വരാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ അഭിനയിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു പോയി. അപ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യമായി. അവർക്ക് ഈ ഭാനുപ്രിയ ചെയ്യും എന്നാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഭാനുപ്രിയ വെച്ചാൽ മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, തെലുങ്കിൽ അഭിനയിച്ചിട്ടുണ്ട്, എല്ലാ ഭാഷയിലും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ഇന്ത്യൻ പടമാകുമ്പോൾ അങ്ങനെ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ പകരത്തിന് വന്ന ആർട്ടിസ്റ്റും ഇതുപോലെ എല്ലാ ഭാഷയിലും അഭിനയിച്ചുള്ളതാണ്. അപ്പോൾ അവർക്ക് ഇതിനേക്കാളും ക്വാളിറ്റി അത് തോന്നി. അവർക്ക് പിന്നെ ഒന്നും ആലോചിക്കാൻ നിന്നില്ല, അത് വേണ്ടാന്ന് പറഞ്ഞ് പോന്നു. പക്ഷേ ഇൻഡസ്ട്രിയിൽ അത് വലിയൊരു ടോക്കായി. അത് കഴിഞ്ഞ് അടുത്ത പടത്തിൻ്റെ ഡേറ്റിന് ആ പടത്തിന് ചെന്നു. ആ പടത്തിൽ ചെന്നപ്പോൾ ഇതേ അവസ്ഥ തന്നെ അവിടെ ഉണ്ടായത്. അവിടെയും കഥാപാത്രം മാറി. അപ്പോൾ ഇതിലെല്ലാവരും കൂടിയുള്ള ഒത്തുകളിയായിരുന്നു. 3 പടത്തിന് അങ്ങനെ സംഭവിച്ചപ്പോൾ ഭാനുപ്രിയയ്ക്ക് മനസ്സിലായി, നമ്മളെ ഔട്ടാക്കാനും നമ്മളെ ഫീൽഡിൽ നിന്ന് ഓടിക്കാനും ഒരു സ്ഥലത്ത് പറഞ്ഞപ്പോൾ അവർ 3 കഥാപാത്രങ്ങളും മാറ്റിയപ്പോൾ ഭാനുപ്രിയയ്ക്ക് മനസ്സിലായി. അങ്ങനെ ഇത്രയും പരിചയമുള്ള നടി, ഇപ്പം തന്നെ നിങ്ങൾ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എന്ത് സുന്ദരിയാന്ന് നോക്കിയത്. അപ്പോൾ ഇത്രയും പരിചയമുള്ള ഒരു നടി, ഇത്രയും ഭാഷകൾ അഭിനയിച്ച നടി, അതൊരു പാവം നടി, ഒരു അഹങ്കാരമില്ലാത്ത നടി, ആ നടിയോട് ഇങ്ങനെ ഒരു സിനിമാലോകം, നന്ദിയില്ലാത്ത സിനിമാലോകം ഇങ്ങനെ പെരുമാറിയപ്പോൾ ഭാനുപ്രിയയ്ക്ക് അത് താങ്ങാനായിട്ട് കഴിഞ്ഞില്ല. പിന്നെ അതുമല്ല, ആൾക്കാരുടെ മുമ്പിൽ നാണം കെടാണ്. മറ്റുള്ള ആർട്ടിസ്റ്റുകളെല്ലാവരും വിളിച്ച് ചോദിക്കുക. അതുപോലെ തന്നെ അത് ഭയങ്കര ഒരു ഷോക്കായി മാറി. എന്തുകൊണ്ടാണ് നിന്നെ മാറ്റിയത്, നിന്നെ കാരണമെന്ന് പറഞ്ഞുള്ളൂ, നിനക്ക് കപ്പാസിറ്റി ഇല്ലാത്ത കാരണം എന്ന് പറഞ്ഞു, നിനക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു, നീ ഡയലോഗ് പറയുന്നില്ല, ഡയലോഗ് പറയുന്നിടത്ത് നിന്ന് ആലോചിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പലരും വിളിച്ച് ചോദിച്ചു. അതോടുകൂടിയിട്ട് ഭർത്താവ് ഭയങ്കര സ്നേഹമുള്ള ഭർത്താവായിരുന്നു. അദ്ദേഹം മരിച്ചിട്ട് അതിൻ്റെ ഡിപ്രഷൻ മാറ്റാണ് ഈ അഭിനയത്തിലേക്ക് ഇറങ്ങിയത് തന്നെ. ഒരു മകളുണ്ട്. അങ്ങനെ മൂപ്പരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അഭിനയം വേണ്ട, ഇനി ചെന്ന് കഴിഞ്ഞ് ഇതേ അനുഭവം തന്നെ ഉണ്ടാവും.
നമ്മളെ സിനിമയിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു ഗൂഢസംഘം ഇവിടെ പ്രവർത്തിക്കേണ്ടത് മനസ്സിലായി. അതോടുകൂടിയിട്ട് ഡിപ്രഷൻ അടിച്ച് ഭയങ്കര വിഷമായി ആളൊരു റൂമിൽ ഒതുങ്ങിക്കൂടി. പിന്നെ ഒരു സിനിമയിലും ആൾ വിളിച്ചുമില്ല, അതുപോലെ തന്നെ പോയുമില്ല. ആളങ്ങനെ നേരിട്ട് മകള് ഫോറിനിലാണ്, അവിടെ പോയി. അവിടെ പോയപ്പോഴാണ് ഇവിടെ ഈ കോലാഹലം മുഴുവൻ ഉണ്ടാക്കിയത്. ആദ്യം യൂട്യൂബേഴ്സിനെ തുടങ്ങിയത് യോഗ കാര്യങ്ങളെല്ലാം, അതൊക്കെ യൂട്യൂബേഴ്സിനെ സ്വാധീനിച്ച് എല്ലാവരും ഭയങ്കര സ്പ്രെഡായി. അവിടെ മാത്രമല്ല, കേരളത്തിൽ ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കർണാടകത്തിൽ എല്ലാ സ്ഥലത്തും വീഡിയോ ചെയ്ത് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്തൊരു ഓർമ്മ നഷ്ടപ്പെടാത്ത ഒരു നടീനെ കരിയർ അങ്ങോട്ട് നശിപ്പിച്ച്, അതല്ല പറയണ്ടോ. ആ ചേച്ചി വളരെ ഭാനുപ്രിയയുടെ ചേച്ചി വളരെ സങ്കടത്തിലാണ് ഇതൊക്കെ പറയണത്. നമുക്ക് കേട്ടാൽ സഹിക്കില്ല. അപ്പോൾ കൂട്ടമായിട്ട് ആക്രമിക്കുക, നടികളായാലും നടന്മാരായാലും കൂട്ടമായിട്ട് ആക്രമിക്കുക. ആ ആക്രമത്തിൽ വീണ് പോണ ഈയാമ്പാറ്റുകൾ വീണ് പോകും, ഇതുപോലെയുള്ള പാവങ്ങൾ. പക്ഷെ ചങ്കൂറ്റുള്ള നടന്മാരും നടികളൊക്കെ ഉണ്ടാവും, അവർ പിടിച്ചു നിൽക്കും. അവരെടുത്ത് ഈ കളിയൊന്നും നടക്കില്ല. പക്ഷേ ഭാനുപ്രിയ അതൊരു ഇഷ്യൂ ആക്കാനോ അത് വന്ന് പത്രക്കാരോട് പറയാനോ ഉണ്ടായ കാര്യങ്ങൾ അവരൊക്കെ പേരെടുത്ത് വിളിച്ച് പറയാനോ ആ പാവം നടി നിന്നില്ല. ആ പാവം നടി ആ പാവം സിനിമയെ വേണ്ടാന്ന് പറഞ്ഞ് ഒതുങ്ങിക്കൂടി. അപ്പോൾ അവർക്ക് ആവേശം കൂടി, തളർത്തി കളയാന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചില നേരത്ത് നമുക്ക് ഈ സിനിമാ നടന്മാരായ നടികളൊക്കെ പലരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ക്രൂര വിനോദം കാരണം അവർ ചിലപ്പോൾ ടെൻഷൻ കയറി എന്തൊക്കെ സംഭവിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഭാനുപ്രിയക്ക് തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. അത് മകളെ എടുത്ത് പോയപ്പോൾ അതൊക്കെ റിക്കവറായി തിരിച്ചു വന്ന് ഇപ്പോൾ ചേച്ചേരിയും സുഖമായിട്ട് അവർ ജീവിക്കുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയിലേക്ക് ഇല്ല എന്നാണ് തീരുമാനം. കുറേ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സുന്ദരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒത്തിണങ്ങിയ ശരീരം, ഒത്തിണങ്ങിയ കണ്ണും മുഖം എല്ലാം ഒത്തിണങ്ങിയ ഒരു ഇരുനിറാണ്. നല്ല കാണാൻ ഭംഗിയുള്ള ഒരു അസൽ നർത്തകിയും കൂടിയാണ് നമ്മുടെ ഭാനുപ്രിയയുടെ നഷ്ടമൊക്കെ വലിയൊരു നഷ്ടമാണ്. സിനിമാ ലോകത്ത് തിരിച്ചു വരണം. ഇതെല്ലാം ജനങ്ങളോട് പറഞ്ഞ് നിങ്ങൾ തിരിച്ചു വരണം. പക്ഷേ ഭാനുപ്രിയക്ക് അതിന് താല്പര്യമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയിലുള്ള ആൾക്കാർ വേറെ രീതിയിൽ കാണുക, അവരെ തന്നെ നമ്മൾ ക്രൂശിക്കുക, നമ്മളെ സ്വന്തമാണെന്ന് പറഞ്ഞ ആൾക്കാർ പോലും തള്ളി പറയുക, അവർ പോലും കുറ്റം പറയുക. ആർക്ക് സഹിക്കുക അതൊക്കെ? ഇത്രയും പറഞ്ഞാൽ നമുക്കിവിടെ